ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് VITയുടെ അക്കോമഡേഷൻ്റെ കുറിച്ച് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 3 വീഡിയോയും നല്ല റെസ്പോൺസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് VITയുടെ വീഡിയോയ്ക്ക്. അപ്പോൾ അതിൽ കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് അവിടുത്തെ ഫുഡ്, അക്കോമഡേഷൻ, അതിനെക്കുറിച്ചെല്ലാം കുട്ടികൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. അക്കോമഡേഷൻ, ഫുഡ്, ഇതെല്ലാം എങ്ങനെയാണ് എന്നുള്ള ഒരു അഡ്മിഷൻ എടുക്കുമ്പോൾ കുട്ടികൾക്കും പാരൻസിനും ഒക്കെ വളരെ ഒരു ടെൻഷനുള്ളൊരു കാര്യമാണ് ഏത് കോളേജിലാണെങ്കിലും. അപ്പോൾ VITയെ സംബന്ധിച്ച് പറയുകയാണ്, VITയിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥി ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഹോസ്റ്റല്, അക്കോമഡേഷൻ. VITയിലെ താമസ സൗകര്യങ്ങൾ, റൂം ടൈപ്പുകൾ, ഫീസ്, ഫുഡ്, സുരക്ഷ, അവിടുത്തെ സെക്യൂരിറ്റി, ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ പെട്ടെന്ന് ചെല്ലുന്ന ഒരു പാരൻസിനും അവിടുത്തെ ഡീറ്റെയിൽ കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ അതെല്ലാം എൻ്റെ കുട്ടി അവിടെ പഠിക്കുന്നതായതുകൊണ്ട് അപ്പോൾ എനിക്ക് അവിടെയുള്ള കാര്യങ്ങൾ കുറേ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും പറഞ്ഞു തരാം. ഹോസ്റ്റൽ സൗകര്യങ്ങളാണെങ്കിലും ആൺകുട്ടികൾക്ക് സെപ്പറേറ്റ് ബിൽഡിങ്, പെൺകുട്ടികൾക്ക് സെപ്പറേറ്റ് ബിൽഡിങ്. അത് ശരിക്കും കുറച്ച് ഗ്യാപ്പ് ആയിട്ടാണ് ആ ബിൽഡിങ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും സെപ്പറേറ്റ് ആയിട്ടാണ് ആ ക്യാമ്പസിൽ താമസിക്കുന്നത്. AC റൂമുണ്ട്, നോൺ AC റൂമുണ്ട്, സിംഗിൾ ബെഡുണ്ട്, ട്രിപ്പിൾ ബെഡുണ്ട്, ഡബിൾ ബെഡുണ്ട്, പിന്നെ 4 ബെഡുണ്ട്, 6 ബെഡുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കാറ്റഗറി അനുസരിച്ചാണ്. AC ഉണ്ട്, നോൺ AC ഉണ്ട്. അപ്പോൾ കാറ്റഗറി അനുസരിച്ച് മാറും തോറും അതിൻ്റെ ഫീസും കൂടിക്കൊണ്ടിരിക്കും. നമുക്കറിയാമല്ലോ, ഇപ്പോൾ സിംഗിൾ ബെഡ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല പൈസ നമ്മൾ പേ ചെയ്യേണ്ടി വരും. അത് AC റൂമും കൂടി ആണെങ്കിൽ. 2 ബെഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കുറവുണ്ടാവും. 3 ബെഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കുറവ് വരും. 4 ബെഡ് ആണെങ്കിൽ അങ്ങനെ, 6 ബെഡ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഓരോ നമ്മളുടെ ഫെസിലിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പൈസയുടെ എമൗണ്ടും ആ കൊടുക്കുന്ന എമൗണ്ടും കൂടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ഒരു ഏറ്റവും ലോ ലെവലിലുള്ള ഫാമിലി തൊട്ട് ഹൈ ലെവലിലുള്ള ഫാമിലിക്ക് വരെ നമുക്ക് കുട്ടികളെ അവിടെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രീമിയം ക്യാമ്പസ് തന്നെയാണ് VIT. അതിൽ ഒരു ഡൗട്ടും ഇല്ല. അതുപോലെ തന്നെ സിംഗിൾ റൂമിലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരാൾ മാത്രമേ ഉള്ളൂ. അവർക്ക് നല്ല പ്രൈവസിയും കാര്യങ്ങളും ഉണ്ടാവും, വേറെ ആരും ഉണ്ടാവത്തില്ല. ഡബിൾ ആണെന്നുണ്ടെങ്കിൽ 2 ബെഡായിരിക്കും. പിന്നെ 4 ബെഡ് ആണെന്നുണ്ടെങ്കിൽ 2 ഡബിൾ ബെഡായിരിക്കും. അതായത് താഴെ ഒരാൾ, മുകളിൽ ഒരാൾ, അങ്ങനെ ഒരു റൂമിൽ 2 ബെഡാണ് ഉണ്ടാവുന്നത്. പക്ഷെ 4 കുട്ടികളായിരിക്കും അവിടെ താമസിക്കുന്നത്. സെപ്പറേറ്റ് കബോർഡ്, ടേബിള്, അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റിയും ആ റൂമിനകത്തുണ്ട്. അവരുടെ സാധനങ്ങൾ വയ്ക്കാനുള്ള കബോർഡ്, സ്റ്റഡി ടേബിള്, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. 6 ബെഡ് ആണെങ്കിലും 3 ഡബിൾ ബെഡായിരിക്കും. 3 ഡബിൾ ബെഡാണ് 6 ബെഡിൽ വരുന്നത്. അപ്പോൾ ആ 3 ഡബിൾ ബെഡ് 6 പേരുണ്ടാവും. ഒരു ഡബിൾ ബെഡിൽ 2 പേര് വെച്ചിട്ട് അങ്ങനെ 3 ബെഡാണ് ഉണ്ടാവുന്നത്. അതിൽ 6 പേരാണ് താമസിക്കുക. അവർക്ക് ഈ ഫെസിലിറ്റി എല്ലാം ഉണ്ട്. ഈ 4 ബെഡിലുള്ള ഇതിലുള്ള എല്ലാ ഫെസിലിറ്റിയും അവർക്കുണ്ട്. പിന്നെ ഈ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഫുഡുണ്ട്, നോർത്ത് ഇന്ത്യൻ ഫുഡുണ്ട്, ചൈനീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഫുഡുകളും, കൂടുതലും അവിടെ നോർത്ത് ഇന്ത്യൻ കുട്ടികളാണ്. സൗത്ത് ഇന്ത്യൻ വളരെ കുറവാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഉള്ളത്. അപ്പോൾ ഇതിൽ വെജിറ്റേറിയൻ ഉണ്ട്, നോൺ വെജിറ്റേറിയൻ ഉണ്ട്, പിന്നെ ഫുഡ് കോർട്ടുണ്ട്. ഓരോ പ്രീമിയം ലെവൽ കൂടുന്തോറും ബുഫേ ആയിട്ടുണ്ട്. അപ്പോൾ പ്രീമിയം ആയിട്ട് കൂടുന്തോറും നമ്മുടെ പൈസയുടെ ഒരു എമൗണ്ടും കൂടി വരും. പിന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ഫുഡാണ് അവിടുത്തെ ക്യാൻറ്റീനിലുള്ളത്. പിന്നെ നമുക്ക് പേ ചെയ്ത് കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഇത് നമ്മളുടെ ആ ഫുഡിൻ്റെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അഡീഷണൽ പേ ചെയ്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേ ചെയ്ത് അങ്ങനെ കഴിക്കാം. ഫ്രഷ് ജ്യൂസ് എല്ലാം അവൈലബിൾ ആണ് ക്യാൻറ്റീനിൽ. നല്ല ടേസ്റ്റി ഫുഡാണ്. ഞാനും അവിടെ മോൻ്റെ അഡ്മിഷനൊക്കെ പോയപ്പോഴത്തേക്ക് ഞാനും കഴിച്ചായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡാണ്. ബിരിയാണിയൊക്കെ നല്ല ബിരിയാണിയാണ്, ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സുരക്ഷയാണെങ്കിലും 24 അവേഴ്സ് സെക്യൂരിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CCTV ഉണ്ട്, ബയോമെട്രിക്, ID കാർഡ് നിരീക്ഷണം, എല്ലാം A to Z കാര്യങ്ങൾ. പിന്നെ അവിടുത്തെ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. കുട്ടികൾക്ക് ആദ്യം കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. വീട്ടിലൊക്കെ കിങ് സൈസ് ബെഡിലും നോർമൽ ഒരു ബെഡ്റൂമിലൊക്കെ കഴിയുന്ന കുട്ടികൾക്ക് അവിടെ ചെല്ലുമ്പോഴും കോളേജ് എല്ലാ അറ്റ്മോസ്ഫിയറുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. അത് എടുത്തു കഴിഞ്ഞാൽ അവർക്കറിയാം നമ്മൾ പഠിക്കാനാണ് വരുന്നത്. ഒരു 4 വർഷം നമ്മളിവിടെ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നു. അത് കഴിയുന്നു, അവർ ഒരു നല്ല ഒരു ലെവലിലോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കുറച്ച് നാളത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ.
പിന്നെ അവിടുത്തെ ഫെസിലിറ്റി പറയുകയാണെങ്കിൽ വൈഫൈ ഉണ്ട്, ലോണ്ടറി ഉണ്ട്, ജിമ്മുണ്ട്, മെഡിക്കൽ സെൻ്റർ ഉണ്ട്, സ്റ്റഡി ഏരിയ ഉണ്ട്, ഇൻഡോർ ഗെയിമുണ്ട്, ഔട്ട്ഡോർ ഗെയിമുണ്ട്. അപ്പോൾ ഇതിങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പിന്നെ ജിമ്മാണെങ്കിലും പുറത്ത് ഒക്കെ അത് ചെറിയ ചെറിയ ജിമ്മിൻ്റെ എക്യുപ്മെൻസുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് നല്ല ഗ്രൗണ്ടുണ്ട്. വാക്കിങ്ങിനൊക്കെ പോകണമെന്നുണ്ട്, മോർണിംഗ് വാക്കിങ്ങോ അല്ലെങ്കിൽ ഈവനിങ് വാക്കിംഗ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം എല്ലാ സൗകര്യവും ആ ക്യാമ്പസിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഒരു ക്യാമ്പസാണ്. റൂം ടൈപ്പും ക്യാമ്പസും അനുസരിച്ച് ഫീസ് വ്യത്യാസപ്പെട്ടിരിക്കും. എ സി റൂമും നോൺ എ സി റൂമും അനുസരിച്ച് നമ്മുടെ എമൗണ്ടിൽ മാറ്റം വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചെറിയ പൈസയ്ക്ക് നോൺ എ സി റൂമും നോർമൽ വെജിറ്റേറിയൻ ഫുഡും ആണെന്നുണ്ടെങ്കിൽ ചെറിയ പൈസയ്ക്ക് നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്നതാണ്. പ്രീമിയം നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പൈസ നമ്മൾ പേ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും നല്ല ഒരു ഫെസിലിറ്റിയും തന്നെയാണ് അവിടെ. നമുക്ക് ഒന്നുമില്ല, സെക്യൂരിറ്റി അതിൽ എന്തായാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. സെക്യൂരിറ്റി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. VITയിലെ അക്കോമഡേഷനും വിദ്യാർത്ഥികളുടെ സൗകര്യവും സുരക്ഷയും മുൻനിർത്തി തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് VIT. അതുപോലെ ഈ അഡ്മിഷൻ എടുക്കാൻ ആലോചിക്കുന്നവർക്ക് ഈ വിവരങ്ങളെല്ലാം വളരെ ഉപയോഗപ്രദം ആവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുകയും വേണം. ഓക്കെ, ബൈ.